എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസത്തിന്റെ തുടക്കമാണിത്. പിണറായി വിജയൻ സർക്കാരിന്റെ 2ാം എഡിഷനിൽ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇനിയുള്ള ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷങ്ങൾക്കാണ് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും വാർഷികവുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിപക്ഷം അതിനുള്ള പ്രതിഷേധമൊക്കെ അറിയിക്കുന്നുണ്ട്. വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വാർഷികാഘോഷങ്ങളോടെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. രാജ്യത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട സന്ദർശനം ഇന്ന് തുടങ്ങുന്നുണ്ട്. അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഇന്ത്യയിലെത്തുകയാണ്. അദ്ദേഹം വത്തിക്കാനിലെ സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഒപ്പം ഭാര്യ ഉഷ വാൻസുമുണ്ട്. ഉഷ ഇന്ത്യൻ വംശജയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ JD വാൻസിന്റെയും ഉഷയുടെയും സന്ദർശനത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. എന്തൊക്കെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിൽ മുന്നോട്ട് പോക്ക്, പ്രത്യേകിച്ച് ഈ പകരച്ചുങ്കമൊക്കെ ഏർപ്പെടുത്തിയ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുക എന്നത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് എല്ലാവരും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. വേറെയും പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള പ്രാദേശിക വിശേഷങ്ങളിലേക്ക്. നാട്ടിൽ എന്തുണ്ട് കാണാം. നമ്മുടെ നാട്ടിൽ ഏതൊരച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹം അവരുടെ മക്കളുടെ വിവാഹമൊക്കെ വളരെ ഗംഭീരമായി നടത്തണം എന്നതായിരിക്കും. അത് ഗംഭീരമായി നടത്തുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം പൂർത്തീകരിച്ച പോലെയാണ് സാധാരണ മാതാപിതാക്കൾക്ക്. പക്ഷേ മകന്റെ വിവാഹ ചടങ്ങിൽ അവൻ മകന്റെ മാത്രമല്ല അതുപോലെ 25 യുവതിയുവാക്കളുടെ ജീവിതം കൂടി മനോഹരമാക്കിയ ഒരു അച്ഛനെ കുറിച്ചാണ് അടുത്ത വാർത്ത. ആദ്യത്തെ വാർത്ത, സ്വന്തം ചെലവിൽ ഈ 25 യുവതിയുവാക്കൾക്ക് മാംഗല്യം ഒരുക്കിയത് ചങ്ങരംകുളം സ്വദേശിയായ പ്രവാസിയാണ്. ചങ്ങരംകുളം കോക്കൂർ സ്വദേശിയായ അറക്കൽ അഷ്റഫാണ് ഇങ്ങനെയൊരു മാതൃകാ വിവാഹവേദി ഒരുക്കിയത്. ഏകമകൻ ഫൈസലിന്റെ വിവാഹ ചടങ്ങിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിർധനരായ 25 യുവതികൾക്ക് അറക്കൽ അഷ്റഫിന്റെ നേതൃത്വത്തിൽ മംഗല്യമൊരുങ്ങിയത്. ഓരോ ദമ്പതികൾക്കും 10 പവൻ സ്വർണ്ണാഭരണവും വിവാഹ വസ്ത്രങ്ങളും ഇവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർക്കുള്ള ഭക്ഷണവും ഒരുക്കി. അഷ്റഫിന്റെ മകൻ ഫൈസലിന്റെ വിവാഹവും ഇതേ വേദിയിൽ ഇവർക്കൊപ്പം തന്നെയാണ് നടന്നത്. മകനും മരുമകളും അണിഞ്ഞ അതേ വസ്ത്രങ്ങളാണ് എല്ലാ വധൂവരന്മാർക്കും ഒരുക്കിയിരുന്നത്. വധൂവരന്മാരെ വേദിയിലേക്ക് ആനയിച്ച ശേഷം അഷ്റഫും കുടുംബവും അവർക്കായി കരുതിവെച്ച ആഭരണങ്ങളുടെ പെട്ടികളും ഉപഹാരങ്ങളും കൈമാറി. എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഫോട്ടോകളും വീഡിയോകളും പകർത്തി. രണ്ടത്താണി സ്വദേശി അബ്ദുൾ ഹാരിഫിന്റെ മകൾ സാനിയയാണ് ഫൈസലിന്റെ വധു. 2019 നടന്ന അഷ്റഫിന്റെ മകൾ ഫാത്തിമത്ത് സുഹറയുടെ വിവാഹത്തിലും അഷ്റഫ് ഇതേ പാതയാണ് പിന്തുടർന്നത്. അന്ന് വിവാഹ ചടങ്ങിൽ 10 യുവതി യുവാക്കൾക്കാണ് വിവാഹമൊരുക്കിയിരുന്നത്. 3 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പാണംപടിയിലെ വയലിൽ പന്തലൊരുക്കിയത്. 300 ടൺ AC സ്ഥാപിച്ച് തന്റെ മനസ്സുപോലെ വരുന്നവരുടെ മനസ്സിനെയും അദ്ദേഹം ശീതീകരിച്ചു. 15,000-ലധികം പേർക്ക് വിവാഹ ചടങ്ങിൽ ഭക്ഷണം ഒരുക്കുകയും ചെയ്തു. അബുദാബിയിൽ വർഷങ്ങളായി ബിസിനസ് നടത്തി വരികയാണ് അഷ്റഫ്. 4 ദമ്പതികൾ ഹൈന്ദവാചാര പ്രകാരം ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിലെത്തിയത്. ന്യൂസ് 18 തിരൂർ. ആ 25 പേർക്കും ഒപ്പം ഫൈസലിന്റെ ഭാര്യയ്ക്കുമൊക്കെ ഒരു സന്തോഷകരമായ കുടുംബജീവിതം നമുക്കും ആശംസിക്കാം. വലിയ മനസ്സുള്ളവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് സമൂഹത്തിന് മൊത്തം ഒരു മാതൃകയായി മാറുകയും ചെയ്യട്ടെ. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് പാലക്കാട്ടെ കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു പ്രത്യേക പരിപാടിയിലേക്കാണ്. പാലക്കാട്ടെ ഒരു സവിശേഷമായ കലാരൂപമാണ് ചവിട്ടുകളി. ഇപ്പോൾ മെഗാ ചവിട്ടുകളിയുമായി എത്തുകയായിരുന്നു പാലക്കാട്ടെ കുടുംബശ്രീ അംഗങ്ങൾ. 1043 വനിതകളാണ് ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ചുവടുവെച്ചത്. പാലക്കാട് മുതുമല പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളാണ് കളം നിറഞ്ഞത്. മുതുമല ARM ഫ്ലഡ് ലൈറ്റ് ടർഫിലായിരുന്നു സ്ത്രീകൾ മാത്രം പങ്കെടുത്ത ചവിട്ടുകളി. അരമണിക്കൂർ നീണ്ട ചവിട്ടുകളിയിൽ 60 കളങ്ങളിലായി 1043 സ്ത്രീകൾ അണിനിരന്നു. കുടുംബശ്രീയുടെ 25 വർഷം പിന്നിട്ടതിന്റെ ആഘോഷം കൂടിയായി ചവിട്ടുകളി മാറി. മാത്രമല്ല ഇതിലൂടെ ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടാനും ഇവർക്കായി. മുതുമല പഞ്ചായത്തിൽ തുടക്കം മുതലേ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. 245 അയൽക്കൂട്ടങ്ങൾക്ക് കീഴിലായി 3924 അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് മുതുമല കുടുംബശ്രീ യൂണിറ്റ്. പരിപാടിക്ക് മുൻപായി ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തി സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് 18 പാലക്കാട്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന 50-ൽ പരം ചിത്രശലഭങ്ങളെ പിസ്ത കൊണ്ട് വരച്ച്, പിസ്ത എന്ന് പറയുമ്പോൾ
നമ്മളൊക്കെ കഴിക്കുന്ന പിസ്തയുടെ തോടുകൾ കൊണ്ട് വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് മലപ്പുറം എടപ്പാൾ സ്വദേശിയായ ഫസ്ന. ചെറുപ്പം മുതലേ ചിത്രകലയും കൂടെ കൊണ്ടു നടന്നാണ് ഫസ്ന ഇങ്ങനൊരു അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. എടപ്പാളങ്ങാടി സ്വദേശിനിയായ ഫസ്ന ചിത്രകലയിൽ അസാധ്യ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധി ചിത്രങ്ങളാണ് ഫസ്ന വരച്ചു തീർക്കുന്നത്. പിസ്താശലിൽ മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യയിലെ 50 പ്രധാനപ്പെട്ട ചിത്രശലഭങ്ങളെ വരച്ചു തീർക്കുകയായിരുന്നു ഈ കലാകാരി. ഇതിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കി. അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ഏകദേശം 1 മാസം തുടർച്ചയായി പ്രാക്ടീസ് ചെയ്താണ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. നേരത്തെയും ഫസ്നയുടെ കരവിരുതുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രരചനാ മത്സരങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ച ഒരു യുവതി കൂടിയാണ് ഫസ്ന. തീർച്ചയായും ഫസ്നയുടെ ഈ ലബ്ധിയിൽ, ഈ സന്തോഷത്തിൽ ഒരു നാട് മുഴുവൻ പങ്കുചേരുകയാണ്. ഈ സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേർന്ന് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ പ്രിയപ്പെട്ട ഫസ്നയ്ക്ക് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ചാലിശ്ശേരി ബോയ്സ് സ്കൂളിലെ അധ്യാപികയും പട്ടാമ്പി ശില്പ ചിത്ര ഫൈൻ ആർട്സ് കോളേജിലെ ഫൈൻ ആർട്സ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി കൂടിയാണ് ഫസ്ന. നേട്ടം കൈവരിച്ചതിന് പിന്നാലെ ഫസ്നയെ ആദരിക്കാനായി നിരവധി പേരാണ് എത്തുന്നത്. എടപ്പാൾ സ്വദേശി ഭർത്താവ് കല്ലിങ്ങൽ സക്കീർ എല്ലാ പിന്തുണയുമായി കൂടെയുണ്ട്. ന്യൂസ് 18 തിരൂർ. മലയോര മേഖലയുടെ ആസ്ഥാനമായ മുക്കം നഗരത്തിലെ 2ാം ഘട്ട സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ ടെൻഡർ ചെയ്തു. 4.8 കോടി രൂപയുടെ പ്രവൃത്തികളാണ് ടെൻഡർ ചെയ്തത്. 2ാം ഘട്ട പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ മുക്കം ടൗണിൽ സൗകര്യങ്ങളും വർദ്ധിക്കും. 2ാം ഘട്ട പരിഷ്കരണത്തിന്റെ ഭാഗമായി തൃക്കുടമണ്ണ ക്ഷേത്രം റോഡ്, ഓർഫനേജ് റോഡ്, മുക്കംകടവ് പാലം റോഡ്, മാർക്കറ്റ് റോഡ്, ബൈപ്പാസ് റോഡ്, പുതിയ സ്റ്റാൻഡ് റോഡ് എന്നിവ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കും. ഇതോടെ മുക്കം ടൗണിന്റെ മുഖച്ഛായ തന്നെ മാറും. മുക്കത്തെ ഏക പൊതു ഇടമായ SK പാർക്ക് നവീകരിക്കുന്നതിനും ഡ്രെയിനേജ്, ഫുട്പാത്ത് എന്നിവ സ്ഥാപിക്കുന്നതിനും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനും പദ്ധതിയുണ്ട്. തൃക്കുടമണ്ണ ക്ഷേത്രത്തിലേക്കുള്ള റോഡ്, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് റോഡ്, അതുപോലെ തന്നെ അരീക്കോട് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ അരീക്കോട് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇന്റർലോക്ക് കട്ട വിരിച്ച് നവീകരിക്കുകയും ലൈറ്റ് ഫിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഓടകളും മറ്റു കാര്യങ്ങളുമൊക്കെ നവീകരിക്കുന്നതാണ് 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തി. 1ാം ഘട്ടത്തിൽ അഭിലാഷ് ജംഗ്ഷൻ മുതൽ മുക്കം പാലം വരെ 4 വരിപ്പാതയാക്കി മാറ്റിയിരുന്നു. മിനി പാർക്ക്, ആലിഞ്ചോട്, PC റോഡ് എന്നിവയുടെ നിർമ്മാണവും ലൈറ്റുകൾ, ഡ്രെയിനേജ്, ഫുട്പാത്ത് എന്നിവയും യാഥാർത്ഥ്യമാക്കിയിരുന്നു. 2ാം ഘട്ടം കൂടി പൂർത്തിയാവുന്നതോടെ മുക്കം കൂടുതൽ സുന്ദരിയാവും. ന്യൂസ് 18 മുക്കം. ഇടുക്കിയിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തമാവുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടെ ജില്ലയിൽ അപകടത്തിൽപ്പെട്ടതെല്ലാം പഴക്കം ചെന്ന KSRTC ബസ്സുകളാണ് എന്നറിയുമ്പോഴാണ് ഇതിന്റെ ആവശ്യം പ്രസക്തമാവുന്നത്. 5 വർഷത്തിലധികം പഴക്കമുള്ള ബസ്സുകൾ ഹൈറേഞ്ചിലെ നിരത്തുകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഇവിടുത്തുകാർ ഉന്നയിക്കുന്ന ആവശ്യം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹൈറേഞ്ചിൽ നിന്നും എറണാകുളത്തേക്ക് പോയ KSRTC ബസ് നേര്യമംഗലത്തിന് സമീപം വെച്ച് അപകടത്തിൽപ്പെട്ട് കൗമാരക്കാരിക്ക് ജീവൻ നഷ്ടമായത്. അപകടത്തിൽപ്പെട്ട ബസിന്റെ ടയറുകളിൽ കാലപ്പഴക്കം വ്യക്തം. ഏതാനും നാളുകൾക്ക് മുൻപ് തഞ്ചാവൂരിൽ തീർത്ഥാടനം കഴിഞ്ഞു വന്ന സംഘം സഞ്ചരിച്ചിരുന്ന KSRTC കുട്ടിക്കാനം പുല്ലുപാറയ്ക്ക് സമീപത്ത് വെച്ച് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. ഈ വാഹനത്തിന്റെ ബ്രേക്ക് കാര്യക്ഷമമായിരുന്നില്ലെന്നും ഇതാണ് അപകടത്തിന് വഴിവച്ചതെന്നുമാണ് നിഗമനം. ജില്ലയിൽ സർവീസ് നടത്തുന്ന പല ബസ്സുകളും വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ളതാണ്. പല ഡിപ്പോകൾക്കും സ്പെയർ പാർട്സുകൾ ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ഇടുക്കിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മികച്ച ബസ്സുകൾ ജില്ലയിലേക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചതായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഗാർഡ് റോഡുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളുടെ ആ ഒരു ജിയോഗ്രഫി പരിശോധിക്കുമ്പോൾ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറെ വ്യത്യസ്തതകളുണ്ട്. അതുകൊണ്ട് 13 ജില്ലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബസ്സുകൾക്ക് പരീക്ഷണ ഓട്ടത്തിന് വേണ്ടി സർക്കാർ അവസരം ഒരുക്കുന്നുണ്ട് എങ്കിൽ അത് അവിടെ കൊണ്ട് നിർത്തിക്കൊണ്ട് ഇടുക്കി ജില്ലയിൽ നല്ല ബസ്സുകൾ സർവീസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ദാരുണമായ ആക്സിഡന്റുകളെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടതായി വരും എന്നുള്ളതാണ്. ജില്ലയിലെ റോഡുകളുടെ സാഹചര്യവും കൊടും വളവും മനസ്സിലാക്കാതെ അശ്രദ്ധമായ ഡ്രൈവിംഗും അപകടത്തിനിടയാക്കുന്നുണ്ട്. വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞയിടെ വയോധികൻ മരിക്കാനിടയായ സംഭവമുണ്ടായത് അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും മൂലമാണ്.
5 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകൾ ഹൈറേഞ്ചിൽ നിന്ന് ഒഴിവാക്കണമെന്നും വിനോദസഞ്ചാരികളുമായി എത്തുന്ന ബസ്സുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്നുമാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഇനി CCTV നിരീക്ഷണത്തിൽ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച CCTV സംവിധാനം പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 8 ക്യാമറകളാണ് ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പൊതുജനങ്ങളുടെ സുരക്ഷയും ആശുപത്രിയുടെ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത്. CCTV ക്യാമറകളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു. ആശുപത്രിയിലെ വിവിധയിടങ്ങളിലായി 8 CCTV ക്യാമറകളാണ് സ്ഥാപിച്ചത്. വാർഷിക സാമ്പത്തിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപ ചെലവിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് CCTV സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് 18 കൊപ്പം. കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാർക്കോട്ടിക് ഹോട്ട്സ്പോട്ടുകളായ സ്ഥലങ്ങളിൽ ഡ്രോൺ പരിശോധന നടത്തി. കൊടുവള്ളി CI അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത്. കേരള പോലീസിന്റെ ഓപ്പറേഷൻ ടി ഹണ്ടിന്റെ ഭാഗമായാണ് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാർക്കോട്ടിക് ഹോട്ട്സ്പോട്ടായ കൊടുവള്ളി ടൗൺ, നെടുമല, ഓമശ്ശേരി ടൗൺ എന്നിവിടങ്ങളിലായി ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. കുന്നിൻ പ്രദേശങ്ങൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ, ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിലായാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും കൊടുവള്ളി SHO അഭിലാഷ് KP പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുവള്ളി പോലീസ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡ്രഗ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമുക്ക് കിട്ടിയ പല ഇൻഫർമേഷൻസിലും നമ്മൾ എത്താത്ത അല്ലെങ്കിൽ നമ്മളുടെ കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ ചേക്കേറുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് വന്നിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി KE ബൈജു IPS, താമരശ്ശേരി DYSP K ശുഷീർ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നായ അടിമാലി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത്. കോട്ടപ്പാറയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മനോഹരമായ പ്രദേശമാണ് പള്ളിവാസൽ പഞ്ചായത്തിലെ കോട്ടപ്പാറ വ്യൂ പോയിന്റ്. സമീപ പ്രദേശങ്ങൾക്ക് പുറമെ മറ്റ് ജില്ലകളുടെ ഉൾപ്പെടെ വിദൂര കാഴ്ചകളും മനസ്സിനും ശരീരത്തിനും കുളിർമ പകരുന്ന അനുകൂല കാലാവസ്ഥയുമാണ് സഞ്ചാരികളെ കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കുന്നത്. ശുചിമുറികൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ സാധ്യമാകുന്ന പദ്ധതികളെല്ലാം നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. കുരിശുപാറ മേഖലയിൽ ഒരു വലിയ വികസനം ടൂറിസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പഞ്ചായത്ത് അവിടെ ഒരു ലൈറ്റ് ഹൗസ്, വാച്ച് ടവർ മോഡലിലുള്ള ഒരു ലൈറ്റ് ഹൗസ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് അവിടെ ഒരു ടേക്ക് ബ്രേക്കും കൂടെ നിർമ്മിക്കുന്നുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളങ്ങളിലൊന്നായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യം. വിനോദസഞ്ചാര വികസനത്തിലൂടെ കൂടുതൽ വരുമാനവും നാട്ടുകാർക്ക് തൊഴിൽ സാധ്യതകളും കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് പള്ളിവാസൽ പഞ്ചായത്തിന്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലൈറ്റ് ഹൌസ് മാതൃകയിലുള്ള വാച്ച് ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. നമുക്കൊക്കെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഷവർമ. പക്ഷേ ഷവർമ ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പലതവണ നമുക്ക് വാർത്തകളിലൂടെ അറിയാം. തിരുവനന്തപുരം മണക്കാട് വളരെ ഫേമസ് ആയ ഒരു ഫുഡ് സ്പോട്ടായിരുന്നു ഇസ്താംബുൾ ഹോട്ടൽ. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ഷവർമ കഴിച്ച് ഏതാണ്ട് 50ഓളം പേർ ആശുപത്രിയിലായി എന്നാണ് വിവരങ്ങൾ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മണക്കാട് ഇസ്താംബുൾ ഹോട്ടലിൽ നിന്നും ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇടപെട്ട് ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ചു. പക്ഷേ ആശുപത്രി വിട്ടെങ്കിലും ഇപ്പോഴും അസ്വസ്ഥതകൾ വിട്ടുമാറിയിട്ടില്ല. രാത്രിയായപ്പോൾ എനിക്ക് നല്ല ദേഹമൊക്കെ ഭയങ്കര ചൂടും തലവേദനയും അതൊക്കെ ആയതുകൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോയി. അപ്പോഴാണ് അവരെ ചോദിച്ചു ഒരു പ്രാവശ്യം മറ്റേ ഫുഡ് പോയിസൺ ആണെന്ന് ചോദിച്ചു. അപ്പൊ അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ഇസ്താംബുളിലാണ് കഴിച്ചത്, അതേപോലെ 10 പേരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഭക്ഷ്യ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കാനായി അയച്ചിട്ടുണ്ട്.
പരിശോധനാ ഫലങ്ങൾ ലഭിക്കുന്നതോടെ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കടുത്ത പനിയും ഛർദിലും മൂലം കുട്ടികളടക്കമുള്ള 12 പേർ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഭക്ഷ്യബാധ സംബന്ധിച്ച് പ്രതികരിക്കാൻ ഹോട്ടൽ ഉടമ തയ്യാറായിട്ടില്ല. ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരോട് കേസ് പിൻവലിക്കണമെന്ന ആവശ്യം ഹോട്ടൽ ഉടമ നടത്തുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി വണ്ടിപ്പെരിയാർ ചോറ്റുപാറ തോട്ടിലേക്ക് അറവു മാലിന്യം തള്ളുന്നതായി പരാതി. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള പെരിയാർ നദിയിലേക്കാണ് വ്യാപകമായി മാലിന്യം ഈ ചോറ്റുപാറ തോട് വഴി എത്തുന്നത്. നിരവധി കുടിവെള്ള സ്രോതസ്സുകളുള്ള പെരിയാറിന്റെ കൈവഴിയായ ചോറ്റുപാറത്തോട്ടിലേക്ക് അറവു മാലിന്യം ഉൾപ്പെടെ മാംസാവശിഷ്ടങ്ങൾ തള്ളുന്നതായാണ് നാട്ടുകാരുടെ പരാതി. മാംസവ്യാപാരശാലകളിൽ തന്നെ അറവ് നടത്താൻ അനുവാദമില്ലെങ്കിലും ഇവ രണ്ടും ഒരു സ്ഥലത്ത് തന്നെ ചെയ്യുന്നതായാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. സംഭവത്തെക്കുറിച്ച് പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ല. മഴക്കാലമാകുമ്പോൾ പകർച്ചവ്യാധി ഉൾപ്പെടെ സാംക്രമിക രോഗങ്ങൾ പിടിപെടുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ജില്ലയിൽ 5ാം സ്ഥാനം നേടിയ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലാണ് ഈ ഗതികേട്. ശുചീകരണത്തിന്, അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നേരിട്ട് ക്ലോസറ്റിൽ നിന്ന് പൈപ്പ് ആ തോട്ടിലേക്ക് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ആശുപത്രികളിലെ മാലിന്യം, അതുപോലെ തന്നെ ആടുമാടുകളുടെ മാലിന്യം, മറ്റ് മലിനജലങ്ങൾ വന്നു ചേരുന്നതെല്ലാം ആ തോട്ടിൽ ചേർന്നിട്ട് ഇതെല്ലാം വന്നു ചേരുന്നത് വണ്ടിപ്പെരിയാർ നദിയിലാണ്. പഞ്ചായത്ത് ഇടപെട്ട് പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും UDF നേതാക്കളായ അബ്ദുൾ സമദ്, KA സിദ്ദിഖ്, K ഉദയകുമാർ, നജീബ് തേക്കിൻകാട്ടിൽ, അലൈസ് വരിക്കാട്ട് എന്നിവർ വ്യക്തമാക്കി. കുടിവെള്ള സ്രോതസ്സുകളിൽ ഉൾപ്പെടെ പ്രദേശത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ജില്ലയിൽ പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള ഉന്നതികൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ IT നഗർ സമഗ്ര വികസന പദ്ധതി പൂർത്തിയായി. 27 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത്. 150 മീറ്റർ കോൺക്രീറ്റ് റോഡ്, 4 വീടുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തി, ചുറ്റുമതിൽ നിർമ്മാണം, 6 സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ എന്നിവയാണ് IT നഗറിൽ പൂർത്തിയാക്കിയത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവൃത്തി നടത്തുന്ന 4 ഉന്നതികളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ ITയിലേത്. മറ്റു 3 ഉന്നതികളിലും പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഇവിടെ ഒരു നല്ല ഉത്സവച്ചായുള്ള നഗരാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 3-4 ഫുട്പാത്തുകൾ കൂടി നിർമ്മിച്ചുകൊണ്ട് ഇവിടെ എല്ലാ വീടുകളിലേക്കുമുള്ള യാത്രാ സൗകര്യം അടക്കമെടുക്കാനുള്ള ഫണ്ട് ഇതിൽ ബാക്കിയുണ്ട്. അതുകൂടി പൂർത്തീകരിക്കുന്നതോടെ നമുക്ക് ഒരു സമഗ്ര വികസന പദ്ധതി എന്ന് തന്നെ ഇതിനെ പറയാൻ വേണ്ടി കഴിയും. IT നഗർ സമഗ്ര വികസനത്തിനായി 50 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയതെങ്കിലും 27 ലക്ഷം രൂപയിൽ പദ്ധതി പൂർത്തിയായി. ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്തത്. പദ്ധതിയുടെ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VPP ഷുഹൈബ്, M രാമചന്ദ്രൻ, സജിത്ത്, പ്രീത എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കോതമംഗലത്ത് ഇര പിടിക്കുന്നതിനിടയിൽ കടയ്ക്കുള്ളിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി. കോതമംഗലം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ ഇന്ന് രാവിലെയായിരുന്നു പാമ്പിനെ കണ്ടത്. ഇര വിഴുങ്ങിയ പാമ്പ് പുറത്ത് കടക്കാനാകാതെ കടയ്ക്കുള്ളിൽ പെട്ടുപോവുകയായിരുന്നു. കടയുടമ കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധനായ മൂവാറ്റുപുഴ സ്വദേശി സേവി തോമസ് ഉച്ചയോടെ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്തെ മുതലപ്പുഴയെക്കുറിച്ച് കേൾക്കുന്നതൊക്കെ
സംഘർഷഭരിതമായ വാർത്തകളാണ്. അവിടെ പ്രതിഷേധമുണ്ടാവുന്നു, മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിൽ സമരങ്ങളുമൊക്കെയായി രംഗത്തെത്തുന്നു. അങ്ങനെ മുതലപ്പുഴയിൽ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുമ്പോഴും മുതലപ്പുഴയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ്. കായലിനും കടലിനും ഇടയിൽ പൊഴി അടഞ്ഞ് രൂപപ്പെട്ട മണൽ തിട്ടയോട് ചേർന്ന് ഇപ്പോൾ ഒരു വെള്ളക്കെട്ടുണ്ട്. നല്ല വെള്ളമാണ്. ആ വെള്ളത്തിൽ ഇറങ്ങാൻ 100 കണക്കിന് സഞ്ചാരികളാണ് അവധി ദിവസമായി ഇന്നലെ എത്തിയത്. വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു കുളത്തിൻ്റെ ഇഫക്റ്റിൽ വളരെ സുരക്ഷിതമായി ഇറങ്ങാൻ അവസരം കിട്ടിയ ആരാണ് പാഴാക്കുക, അല്ലേ? മുതലപ്പുഴയിൽ പ്രശ്നങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കും. പക്ഷേ ഇങ്ങനെ കിട്ടിയ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് അവിടെ എത്തുന്ന ആളുകൾ. ഇനി നമ്മൾ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങിയെത്തും മുൻപുള്ള ചെറിയ ഇടവേളയിൽ നമുക്ക് കാണാം നല്ല വാക്ക്.